ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ചെറിയ സോയാ ബോൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഫുഡ് ഉണ്ടാക്കാവേ. ഇത് സ്നാക്കായിട്ടോ കറിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലോട്ടിട്ട് തിളപ്പിച്ചെടുത്താലും മതിയേ. നല്ലപോലെ ഒന്ന് അതിന് ഹാർഡാണല്ലോ, അതിനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കണേ. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ പിഴിഞ്ഞ് കളയണം. കുറച്ചാട്ടോ ഉണ്ടാക്കുന്നുള്ളേ. എന്നിട്ട് അതിൻ്റെ അതോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഉപ്പൊക്കെ ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുന്നത് ഇടണം കേട്ടോ. ഞാൻ കളറിന് കാശ്മീരി ഇച്ചിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ ചിക്കൻ മസാല ഇട്ടു കേട്ടോ. ചിക്കൻ മസാല, മീറ്റ് മസാല എന്നായാലും കുഴപ്പമില്ലേ. പിന്നെ കുറച്ച് കൂടുതൽ എരിവ് വരുന്ന പോലെ നല്ലപോലെ കുരുമുളക് ചതച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കോൺഫ്ലവർ ആണ്. ഈ കോൺഫ്ലവർ മേടിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കി മേടിക്കണം. ഇത് കുറച്ച് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഇത് 1 കിലോ മേടിക്കുന്നതെന്നല്ല, ചെറിയതൊക്കെ മേടിക്കുമ്പം വില കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയൊക്കെ മേടിക്കണം. ഞാൻ 2-2.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ 2 സ്പൂൺ അരിപ്പൊടിക്ക് 1 സ്പൂൺ മൈദ ആ രീതിയിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നോ അതുപോലെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. ഇപ്പോൾ ഇത് കുറച്ച് അളവുള്ളതുകൊണ്ട് ഒരു പകുതി മുട്ടയായാലും മതി. ഇപ്പോൾ പിള്ളേർക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഒരു മുട്ട അങ്ങോട്ടിട്ട് ഇളക്കി എടുക്കുന്നു എന്നുള്ളതേ ഉള്ളേ. നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇതിനകത്തൊരു മുട്ടയുടെയൊക്കെ അംശം, മുട്ടയ്ക്കകത്തോട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. മുട്ടയുടെ അംശം കൂടുതലുണ്ടെന്ന് തോന്നി കുറച്ചുകൂടെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് ആ കോൺഫ്ലവർ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി മീറ്റ് മസാല ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നല്ലപോലെ ഒന്ന് അതിന് കറക്റ്റ് ഒരു പരിവുണ്ടല്ലോ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അവിടെ നമ്മളത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 2-3 തണ്ട് കരിയാപ്പിലയും കൂടെ ഊരിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ ഈ മിക്സറൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ ഇങ്ങനെ വറുത്ത് കോരി എടുത്താൽ മതിയേ. കുറച്ച് എണ്ണയാട്ടോ എടുക്കാവുള്ളൂ. അതിനാന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയ്ക്കകത്ത് ഒറ്റ ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. പക്ഷേ നമുക്ക് ആ എണ്ണ പിന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയ എണ്ണ വീണ്ടും കുക്ക് ചെയ്ത എണ്ണ വീണ്ടും കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇച്ചിരി എണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ സാധനങ്ങളും ഇങ്ങനെ. പിന്നെ ചക്ക വറുക്കുകയും കപ്പ വറുക്കുകയൊക്കെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ എണ്ണ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണേ. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാം അവരവരുടെ ഇഷ്ടം. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കാൻ ഇങ്ങനെ ചിക്കി പൊരിക്കാൻ വേണ്ടി ഇടുകയല്ലേ, അതുപോലെ നമ്മൾ ഇടുമ്പോഴേ ഇളക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് സെറ്റാകുവേ. മുട്ടയാണല്ലോ പുറത്തിരിക്കുന്നത്. അതുപോലെയൊക്കെ ഇങ്ങനെ ഒന്ന് അധികം ഇങ്ങനെ കട്ടിക്കിടാതെ ഒന്നിന് മേലെ ഒന്നായിട്ട് വരികയില്ലാത്ത പോലെ കുറേശ്ശെ ഇട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇത് വറുത്ത് കോരിയെടുത്താൽ മാത്രം മതിയേ. പിന്നെ നമ്മൾ കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൊത്തം വറുത്ത് കോരി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയോ ചിക്കൻ മസാലയോ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് കുലുക്കിയെടുക്കുക. ഒരു ടിന്നിലോ പാത്രത്തിലോ ഒരു മുഴുത്ത പാത്രത്തിലോ ഇട്ട് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. പിള്ളേർക്കൊക്കെ എന്നാലും ഇഷ്ടപ്പെടുവേ. ഇത് നമുക്ക് ചുമ്മാ ചായയുടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാം. അതെല്ലാം ചോറും പൊതിക്കകത്ത് പിള്ളേർക്കൊക്കെ കൊടുത്തു വിടണമെങ്കിൽ അങ്ങനെയും കൊടുത്തു വിടാം. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാനേ. പിന്നെ കുറച്ച് ഉള്ളെങ്കിൽ പകുതി മുട്ട എടുത്താൽ മതി. അത് ഓർത്തിരുന്നോണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാവേ. ഓക്കെ, ബൈ.